അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. നമ്മൾ വണ്ടി എടുത്ത് കുമരമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നോക്കിയേ. അപ്പോൾ ഗായ്സ് മല്ലു ബസ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതേ കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പറ്റാണ് കിടക്കുന്നത്. കോട്ടയത്ത് നമ്മുടെ ചെറുക്കനോട് സൈഡ് ഒതുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാവലർ കണ്ടോ, കുറേ ട്രാവലർ കിടപ്പുണ്ട് അവിടെ ഇവിടെ ഒക്കെ. ഇതൊക്കെ ടേണിന് വേണ്ടി കളിക്കണം കേട്ടോ. ഇവരൊക്കെ എല്ലാം ട്രാവൽസിൻ്റെ ഓട്ടമാണ്. ഇത് അയ്യപ്പന്മാരെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്കും അതേപോലെ പുറത്തുനിന്ന് അയ്യപ്പന്മാരെ കൊണ്ടുപോകുന്നൊരു ഓട്ടമാണ് നമുക്ക് കിട്ടിയേക്കണത്. അതേപോലെ തന്നെ അവർ 4 മണിക്ക് വരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് 3:45 ഇപ്പോൾ ഇവിടെ എത്തി. പക്ഷേ ആരും എത്തിയിട്ടില്ല. അവർ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓൺ ദ വേ ആണ്. നമ്മുടെ എവിടെയാണ്, എറണാകുളം കഴിഞ്ഞെന്ന് പറഞ്ഞത്. എറണാകുളം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. പിന്നെ അതേപോലെ തന്നെ അറിയാവുന്ന മുറി ഹിന്ദിയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്താവും, അവർ വന്നാൽ മാത്രമേ അറിയാത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ലൈനിൽ കുറേ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഫുഡ് കൊടുക്കാനായിട്ട് അവർക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കാൻ അവിടെ പാമ്പാടി കഴിഞ്ഞപ്പോൾ ശബരി പ്യൂറോജ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി കേട്ടോ. നല്ല ഫുഡാട്ടോ, നല്ല ഭക്ഷണമായിരുന്നു. അതേപോലെ തന്നെ ഇതാണ് ഹോട്ടൽ. നമ്മുടെ അയ്യപ്പന്മാരൊക്കെ ഇല്ല അവിടെ നിൽപ്പുണ്ട്. അവന്മാരും ആന്ധ്രാപ്രദേശുകാരാണ്. നമ്മൾ അന്ന് പോയപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത്തള എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മുടെ ചെറുക്കനെ ഇവിടെ നമ്മൾ കൊണ്ട സൈഡിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ റോട്ടിൽ. രക്ഷയില്ലായിരുന്നു വന്നപ്പോൾ. നമ്മുടെ ചെറുക്കൻ വീടക്കുന്നു. നേരെ ഇവരായിട്ട് എരുമേലിയിലേക്കുള്ള എരുമേലി ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷം. അങ്ങനെ നമ്മളത് എരുമേലി എത്തി കേട്ടോ. എരുമേലി പാർക്കിങ്ങിലാണുള്ളത്. നമ്മുടെ കുറേ അയ്യപ്പന്മാർ ഇവിടെ ഉണ്ട്. ചവറ് പോലെ ഇഷ്ടം പോലെ അയ്യപ്പന്മാർ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ അയ്യപ്പന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇല്ല, അത് നമ്മുടെ അയ്യപ്പന്മാരാണ്. അതേപോലെ തന്നെ ജസ്റ്റ് യൂട്യൂബ് ചാനലിടാനുള്ള വീഡിയോ, ജസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ട് മാത്രമുള്ള വീഡിയോ. ജസ്റ്റ് യൂട്യൂബ് ചാനലിൽ കുറച്ച് ഭാഗം മാത്രം ഇട്ടാൽ വണ്ടിയുടെ വീഡിയോ കൂടുതൽ ആള് കൂടുതൽ വരുന്നത് എടുക്കും. അപ്പോൾ നമ്മുടേത് ഇവിടെ മറ്റേ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ്. അതേപോലെ തന്നെ നമ്മളെ ആൾക്കാരൊക്കെ ഇല്ല അവിടെ നിന്ന്. അവിടെയാണ് കേട്ടോ നമ്മുടെ എന്താ പറയണ്ട, വാവൂർസ്വാമിയുടെ അത് തന്നെ. അതേപോലെ തന്നെ പള്ളി അവിടെയാണ്. നമ്മൾ ഇങ്ങോട്ട് പോയിക്കണ്ട. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ ഒരു 2018 ആ ഒരു ടൈമിന് വന്നാണ് ഇവിടെ. പിന്നെ ഞാൻ വന്നിട്ടില്ല, എനിക്കറിയാൻ പോലും പാടില്ല ഏതൊക്കെ അമ്പലം ഏതാണെന്നുള്ളത്. അതൊക്കെ മറന്നുപോയി. അതേപോലെ ഈ അമ്പലം എന്തോ ശാസ്താവിൻ്റെ അമ്പലം ആ ഒരു സെറ്റപ്പ് പറഞ്ഞു. എനിക്ക് വലിയ വിടത്തില്ല. നല്ല ക്രൗഡുണ്ട്. ട്രാവലറൊക്കെ പോകുന്നുണ്ട്. ഇഷ്ടം പോലെ ട്രാവലറുണ്ട്. ട്രാവലറിന് ഒരു ക്ഷാമവും ഇല്ല. 49 ട്രാവലർ ചവറ് പോലെ കിടപ്പുണ്ട്. തോമസി എരുമേലി ശ്രീധർമ്മ ശാസ്ത്രം അത് തന്നെ. ഇതാണ് അമ്പലം കേട്ടോ. നേർച്ച കേട്ടോ. അപ്പം അങ്ങനെ നേരത്തേക്ക് കിട്ടും. നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാം. അവിടെ പോയി കുറച്ചൊക്കെ കിടക്കാം, റെസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളിത് ഏകദേശം എത്താറായിട്ട് 29 കിലോമീറ്റർ അടുത്താണ് എനിക്ക് കാണിക്കുന്നത് ശബരിമലക്ക്. നമ്മുടെ ഹൈ റേഞ്ച് ഇങ്ങനെ കാടുകൾ, അതായത് ശബരിമല കാടുകളിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുത്തനല്ല കയറ്റമാണ്. ഞാൻ ഇത്ര സ്ലോയിൽ പോകുന്നത് കൊണ്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഡീപ്പായിട്ടുള്ള കണ്ട നല്ല ഷാർപ്പായിട്ടുള്ള കയറ്റമാണ്. അപ്പം അത്ര സ്ലോ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഇത് ആരും കുത്തിപ്പൊക്കരുത്. ബാക്കി നിലക്കല് എന്നിട്ട് കാണിക്കാം. അങ്ങനെ നമ്മളിത് നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ എത്തി കേട്ടോ. അതായത് നിലക്കൽ KSRTC സ്റ്റാൻഡ്. അപ്പോൾ ഇവരെ നമുക്കിവിടെ ഇറക്കണം. കാരണം എന്താ പറയണ്ട, നമുക്കിവിടെ നിന്ന് നമ്മൾ നമ്പർ 17 ആ ഒരു ഇതിലായിട്ടാണ് നമ്മൾ പോകണത് കേട്ടോ. ഒരു ചെറുക്കൻ കിടക്കണമൊക്കെ തരാം. അപ്പോൾ അതിലേക്കാണ് KSRTC സ്റ്റാൻഡ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകണം കേട്ടോ, മുകളിലേക്ക്. ഇനി ഇവിടെ അങ്ങനെ പാർക്കിംഗ് സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇതൊക്കെ പാർക്കിംഗ് ആണ്, ഇവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇനി നോക്കിയിട്ട് വേണം മുകളിലേക്ക് പോകണമെങ്കിൽ മുകളിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ റേഞ്ചുള്ള സ്ഥലം നോക്കിയിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ കയറി തങ്ങണം. അപ്പം ഞാൻ എന്തായാലും ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി കൊണ്ട്
തിളച്ചിട്ട് ബാക്കി വരാം. സ്വാമി അപ്പം അവർക്ക് ലഗേജും സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനുണ്ട്. അവരിനിപ്പോൾ നാളെ വരുമ്പോൾ അവർ വിളിക്കും. അതുവരെ നമുക്ക് റെസ്റ്റിംഗ് ടൈം. ഫുള്ള് കിറക്കന്മാര കേട്ടോ, ഫുള്ള് കിറക്കന്മാര. ഇത് കണ്ടോ, ഫുള്ള് കിറക്കന്മാര, രക്ഷയില്ല. ഇതേ നിലക്കൽ മഹാദേവ ടെമ്പിൾ. ഓക്കെ, ഇവരൊക്കെ കേട്ടോ നമ്മുടെ കൂടെ വന്ന അയ്യപ്പന്മാർ. ആന്ധ്ര സ്വാമി ഖാന, സ്വാമി ഖാന, പ്രസാദ്, ഗുരുസ്വാമി, മധു, ഇവരൊക്കെ കേട്ടോ നമ്മുടെ കൂടെ വന്നത്. ഒരു പൊളി വൈബായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ. വെറുതെ അടിച്ചു പൊളിച്ച് വേറെ സീനായിട്ട് പാട്ടൊക്കെ പാടി അവർ വന്നത്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും സ്വാമിയെ ശരണമയ്യപ്പാ പാട്ടൊക്കെ പാടി തകർത്ത വന്നത്. ഇതില്ലേ നമ്മുടെ KSRTC കയറി വരുന്നുണ്ടോ, KSRTC. അപ്പം അങ്ങനെ നമ്മൾ നിലയ്ക്കൽ പാർക്കിങ്ങിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ ചെറുക്കനിൽ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. നോക്കിയേ, ഇഷ്ടംപോലെ ട്രാവലർ, ഇഷ്ടംപോലെ. പക്ഷെ എൻ്റെ പൊന്നു, എണ്ണിയാലും തീരത്തെ ട്രാവലർ മാത്രം 49 ഇല്ല. 49 ഒരെണ്ണം പോലും 49 മര്യാദയ്ക്ക് കണ്ടില്ല. പിന്നെ കുറേ അണ്ണാച്ചിമാർ വണ്ടിയാണ്. നോക്കി ട്രാവലർ, വെറൈറ്റി ട്രാവലറാണ്. ഒരു രക്ഷയില്ല പോലെ. നോക്കി പലതിനും പല ലുക്കാണ്. അതിലൂടെ മഹീന്ദ്രയുടെ വണ്ടി ഇറങ്ങുന്നത്. അത് ട്രിവാൻഡ്രം വണ്ടിയാണോ എന്താ പൊന്നോ. ഉത്രാടം നമ്മളവിടുത്തെ വണ്ടിയാണോ ശരിയാ. സൺറൈസിൻ്റെ ട്രാവലർ ഇറക്കുന്നത്, സൺറൈസ്. പിന്നെ ഗാങ്സ്റ്റർ, ചിന്നൻ, ജീസസിൻ്റെ ട്രാവലർ ഇറപ്പുണ്ട്. നന്ദനം ഇതാറില്ല. പിന്നെ ഏതാണ്, പിന്നെ വേറെ ഇതൊന്നും അറിയത്തില്ലാത്ത ട്രാവലറാണ്. വടക്കേടെ കിടപ്പുണ്ടല്ലോ, നമ്മുടെ അടുത്ത് വണ്ടിയാണല്ലോ. നോക്കട്ടെ, കാണുന്നതാണ് നമ്മുടെ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡ്. അതേപോലെ തന്നെ ഇത് നേരെ പോകുമ്പോൾ പമ്പ, പത്തനംതിട്ട. അത് ഫോക്കസ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഇതിലൊരു വണ്ടി കയറി നോക്കി, അണ്ണാച്ച വണ്ടിയാണെങ്കിലും കാണാൻ നല്ല രസം കിട്ടും. ആരും ഉള്ളതുപോലെ നമുക്ക് പറയാം. എൻ്റെ പൊന്നു മാറം നോക്കി പോണം. അമ്മാവൻ വണ്ടിയത്. നമുക്കിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. അതുകൊണ്ട് മാറിക്കിടന്നുറങ്ങണം. അയ്യോ, നമ്മുടെ അതൊക്കെ എന്ത് കിടക്കണം കേട്ടോ. ഇഷ്ടംപോലെ പിന്നെയും കുറേ ട്രാവലർ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കുറേ കിടപ്പുണ്ട്. ഒരു 49 ആണോ 34 ആണെന്ന് തോന്നുന്നു. ഇല്ലയോ, അവിടെ അറ്റത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഇറക്കണം നമ്മളിത് സൈഡിൽ കൊണ്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. എന്താണ് അതിന് പുല്ലേലാണ്, കറങ്ങുമില്ലെന്ന് അറിയാൻ പാടില്ല. നാളെ അറിയാം എന്താണെന്നുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ മറികിടന്നുറങ്ങാം. അവിടെ ഫാത്തിമാസിൻ്റെ 2 വണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നാളെ കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സെറ്റായത്. എവിടെ കുളിച്ച് സെറ്റായി നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ രാത്രി വന്നപ്പോൾ കാണിച്ച പോലെയൊക്കെ തന്നെയാണ് വണ്ടികൾ. നമ്മുടെ ട്രാവലറിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു മറ്റേ സമ്മേളനം പോലെയാണ്. ട്രാവലറും ഇന്നോവ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇരുന്ന് ചായ കുടിക്കാം. ഇഷ്ടം പോലെ വണ്ടി വന്നിട്ടത്. നമ്മുടെ ക്രൂസർ, നമ്മുടെ മെഹന്തിയുടെ കുമ്പളത്തുള്ള വണ്ടി. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് പാമ്പാടിയിൽ ഫുഡ് അടിക്കാൻ നിർത്തി കേട്ടോ. ഇറങ്ങി വന്നിപ്പോൾ സമയം ഏകദേശം 2 മണി ആകാറായിട്ടുണ്ട്. ആ ടൈമായപ്പോൾ നമ്മൾ പാമ്പാടി വന്നു. ഇനി അപ്പോൾ നമ്മൾ ഇനി ഇവരെ ഇവിടെ നിന്ന് നേരെ എടുത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഡ്രോപ്പാണ്.
ഡ്രോപ്പ് ചെയ്ത് കണ്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് വൈകിട്ട് ഒരു വയനാട് ട്രിപ്പുണ്ട്, ഒരു 6-7 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതാണ് അടുത്ത ട്രിപ്പ്. അപ്പോൾ ഇവിടെ നേരെ ചെല്ലുക, വണ്ടി ക്ലീൻ ചെയ്യുക, കഴുകുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വയനാട്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് നേരെ എടുത്തെടുത്ത് തന്നെ കൊണ്ട് ഇറക്കി വിടാം അവരെ. ഓക്കെ. അപ്പോൾ നമ്മൾ ശബരിമല ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വന്നു. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞായിരുന്നു നമുക്ക് വയനാട് മാനന്തവാടിയാണ് ട്രിപ്പ്. അപ്പോൾ ശബരിമലയുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നമ്മുടെ മാനന്തവാടിയുടെ ട്രിപ്പുമായിട്ട് ഉടനെ തന്നെ ഉണ്ടാകും കേട്ടോ.